ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് ഇതാ സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. 250ൻ്റെ കപ്പിന് 1 കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കരുത്, അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെയാണ് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പം കണ്ടില്ലേ, ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് 3-4 പ്രാവശ്യം നന്നായി കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുപയർ പരിപ്പ് അളന്നെടുത്ത അതേ കപ്പിന് തന്നെ 2 കപ്പ് 2/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് 2/2 പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഇതിലേക്ക് 1 കപ്പ് നോർമൽ വാട്ടറും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു 2 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കണം. ഇനി ചെറുപയറെല്ലാം നല്ല പോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാം. ചെറുപയർ പരിപ്പ് അളന്നെടുത്ത അതേ കപ്പിന് തന്നെ 1.5 കപ്പ് ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഈ സമയത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇതാ ശർക്കരപ്പാനി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ചെറുപയർ പരിപ്പെല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഇനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ 2 മിനിറ്റ് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ ചുക്കുപൊടി, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. വീണ്ടും ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് 2 മിനിറ്റും കൂടെ ഇതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പം ഇതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. 1/2 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. 1/2 പാൽ ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിക്കാൻ പാടില്ല, ചിലപ്പം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഫ്ലെയിം നമ്മൾ ഓഫാക്കി കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പം ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടായതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ നെയ്യ് നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലൊന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം നെയ്യിൽ നല്ല പോലെ വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ചൂടോട് കൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച പായസത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതുപോലെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും
ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.